ഹലോ ഗൈസ്, എൻ്റെ പേര് അരുൺ മാത്യു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ റീസെൻ്റായി നടത്തിയ സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ആദ്യത്തെന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ രണ്ട് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റഡ് നിങ്ങൾ ആദ്യത്തെ $1000 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്കും $25 റഫറൽ ബോണസ് കിട്ടും. രണ്ടാമത്തെ വെൽ സിമ്പിൾ, നിങ്ങൾ ആദ്യത്തെ $100 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും എനിക്കും $10 റഫറൽ ബോണസ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ വാങ്ങിച്ച കമ്പനിയുടെ പേര് ടാറ്റൂഡ് ഷെഫ് എന്നാണ്. ഈ കമ്പനി നാസ്ഡാക്കിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ സ്റ്റോക്ക് ടിക്കർ സിമ്പിൾ TTCF എന്നാണ്. ഈ കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് $1.55 ബില്യൺ ആണ്. ഈ കമ്പനി പ്രധാനമായിട്ടും 3 തരം ഫുഡ് സ്പേസിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പ്ലാൻ ബേസ്ഡ് ഫുഡ് സ്പേസ്, രണ്ടാമത്തെ ഹൈ പ്രോട്ടീൻ ഫുഡ് സ്പേസ്, മൂന്നാമത്തെ ഓർഗാനിക് ഫുഡ് ഫ്രോസൺ സ്പേസ്. സോ ഈ വാല്യുവേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം ഈ കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് വാല്യുവേഷനിലേക്ക് കിടക്കാം. സോ ഈ കാണിച്ചിരിക്കുന്ന ഈ കമ്പനിയുടെ ശകലം ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാം പ്ലാൻ ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ്. ഈ കാണുന്ന കോളിഫ്ലവർ ക്രസ്റ്റ് ചീസ് പിസയും പിന്നെ ബഫലോ കോളിഫ്ലവർ ബർഗേഴ്സും പിന്നെ ഈ കോളിഫ്ലവർ മാക്ക് ആൻഡ് ചീസ് ബോൾസുമാണ് അവരുടെ ഫേമസ് പ്രൊഡക്ട്സ്. പിന്നെ ഇത് അവർ സെൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് കാറ്റഗറീസ് ആണ്. ഇവരുടെ ഈ 35% മീൽസും പിന്നെ ഈ സ്മൂത്തി ബോൾസും പിന്നെ ഈ വെജിറ്റബിൾസുമാണ് ഇവരുടെ മേജർ സെല്ലിംഗ് പ്രൊഡക്ട്സ്. അടുത്ത കാണിച്ചിരിക്കുന്ന ഇവരുടെ സെയിൽസിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. സോ ഈ 47% വരുന്നത് ഈ പ്രൈവറ്റ് ലേബലിൽ നിന്നും ബാക്കി 53% വരുന്നത് ഈ ടാറ്റൂഡ് ഷെഫ് ബ്രാൻഡഡ് പ്രൊഡക്ട്സിൽ നിന്നുമാണ്. ഈ കാണുന്നതാണ് ഈ ടാറ്റൂഡ് ഷെഫിൻ്റെ ബ്രാൻഡഡ് പ്രൊഡക്ട്സ്. ഈ കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൻ്റെ 53% സെയിൽസ് വരുന്നത് ഈ പ്രൊഡക്ട്സ് സെല് ചെയ്തിട്ടാണ്. ബാക്കി 47% വരുന്നത് പ്രൈവറ്റ് ലേബൽ പ്രൊഡക്ട്സിൽ നിന്നാണ്. സോ ഈ 47% പ്രൈവറ്റ് ലേബലിംഗ് ബിസിനസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവരുടെ ഹിസ്റ്ററിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. സോ ഇവർ തുടങ്ങിയത് 2009 2009 ഇവിടെ തുടങ്ങിയപ്പോൾ ഇവരുടെ കമ്പനിയുടെ പേര് സ്റ്റോൺ ഗേറ്റ് എന്നായിരുന്നു. പിന്നീട് അത് ടാറ്റൂഡ് ഷെഫ് ആയത് 2017 സോ ഈ 2019 ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഇവർ ഇറ്റലിയിൽ നിന്ന് വെജിറ്റബിൾസ് ഇമ്പോർട്ട് ചെയ്തിട്ട് ആ ഫ്രോസൺ വെജിറ്റബിൾസ് അത് പ്രൈവറ്റ് ലേബൽ ചെയ്ത് അവർ വെക്കും. അതായത് നിങ്ങൾ വാൾമാർട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഗ്രേറ്റ് വാല്യൂയുടെ പ്രൊഡക്ട്സ് കാണാം. ഈ ഗ്രേറ്റ് വാല്യൂയുടെ പ്രൊഡക്ട്സ് വാൾമാർട്ട് മാനുഫാക്ചർ ചെയ്യണതല്ല, അവർ ഇങ്ങനത്തെ സ്മോൾ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് അവരുടെ ബ്രാൻഡ് നെയിമിൽ സെല് ചെയ്യണതാണ്. സോ അതുപോലെ തന്നെയാണ് ഈ സ്റ്റോൺ ഗേറ്റും ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ചാർട്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം 2017 93% അവരുടെ ബിസിനസ് വന്നത് ബിഗ് റീറ്റെയിലേഴ്സ് വഴിയാണ്. 2019 26% അവരുടെ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് അവർ കൺസ്യൂമേഴ്സിൽ എത്തിച്ചു. അവർ ഈ വാൾമാർട്ട് അങ്ങനത്തെ ബിഗ് റീറ്റെയിലേഴ്സ് വഴിയാണ് എത്തിച്ചത്. പക്ഷേ അത് കസ്റ്റമേഴ്സ് വാങ്ങിച്ചത് ടാറ്റൂഡ് ഷെഫ് എന്ന ബ്രാൻഡഡ് നെയിമിലാണ്. പിന്നെ അവർ ആ ബിസിനസ് അത് ഡബിളായി 2020. അത് 52% അവരുടെ ബ്രാൻഡ് നെയിമിലുള്ള പ്രൊഡക്ട്സും 48% പ്രൈവറ്റ് ലേബൽ പ്രൊഡക്ട്സും. ഈ 2021 അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് 63% അവരുടെ ബ്രാൻഡഡ് പ്രൊഡക്ട്സും 37% ഈ പ്രൈവറ്റ് ലേബൽ ബിസിനസ്സുമാണ്. ഈ കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 2 തരം ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഇവരുടെ പ്ലാൻ ബേസ്ഡ് ഫുഡ് ബ്രാൻഡഡ് ബിസിനസ്, രണ്ടാമത്തെ ഇവരുടെ പ്രൈവറ്റ് ലേബൽ ബിസിനസ്. ഇവരുടെ ബ്രാൻഡഡ് ബിസിനസ്സിൻ്റെ ഗ്രോത്താണ് ഈ കാണിച്ചേക്കുന്നത്. 2017 അത് 1.6 മില്യൺ ആയിരുന്നു. പിന്നെ 2018 അത് 2.3 മില്യണായി. പിന്നെ 2019 അത് 19.8 മില്യണായി. പിന്നെ 2020 അത് 77 മില്യണായി. പിന്നെ 2021 അവർ പ്രൊജക്റ്റ് ചെയ്യണം 140 മില്യണാണ്. ഇവരുടെ ഗ്രോത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇവരുടെ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സ് വാങ്ങുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ടാറ്റൂഡ് ഷെഫിൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂ അടിച്ചാൽ എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. ഈ കാണുന്ന ഇവരുടെ കൺസ്യൂമർ റിവ്യൂസാണ്. ഇത് നിങ്ങൾക്ക് വായിച്ചറിയാം. ഗ്രേറ്റ് ഹെൽത്തി ട്രീറ്റ്, ദിസ് balls are amazing, a great healthy treat, I have already recommended to many people, Sam's Club, please keep them on the shelf. സോ ഈ കാണുന്ന ഇവരുടെ 4 പ്രൊഡക്റ്റ് ലോഞ്ചസിൻ്റെ റിസൾട്ടാണിത്. സോ ഇവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അക്കായ് ബോൾ. ആദ്യത്തെ മന്ത് ഇതിൻ്റെ സെയിൽസ് എന്ന് പറഞ്ഞാൽ $200,000. പിന്നെ അത് 6 മാസം കഴിഞ്ഞപ്പോൾ അത് 1.2 മില്യണായി. പിന്നെ അത് 1 വർഷം കഴിഞ്ഞപ്പോൾ അത് 9 മില്യണായി. ഈ കാണുന്ന ഇവരുടെ റൈസ്ഡ് കോളിഫ്ലവർ സ്റ്റിർ ഫ്രൈ, ഇത് റിലീസ് ചെയ്ത് 2019. ആദ്യത്തെ മാസം ഇവരുടെ സെയിൽസ് ഓൾമോസ്റ്റ് $200,000. 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സെയിൽസ് 1.9 മില്യൺ. പിന്നെ 12 മന്ത്സ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സെയിൽസ് 6.6 മില്യൺ. മൂന്നാമത്തെ കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് കോളിഫ്ലവർ പിസയാണ്. റിലീസ് ചെയ്ത് 2017. സോ ആദ്യത്തെ മാസം ആ പ്രൊഡക്റ്റ് $500,000 ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ ആ പ്രൊഡക്റ്റ് 4 മില്യൺ ചെയ്തു. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ പ്രൊഡക്റ്റ് 7 മില്യൺ ചെയ്തു. ലാസ്റ്റ് പ്രൊഡക്റ്റ് റൈസ് കോളിഫ്ലവർ ആണ്. ആദ്യത്തെ മാസം അത് ചെയ്ത് 100,000. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ 1.5 മില്യൺ. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ 4.7 മില്യൺ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഹൈ ഗ്രോത്ത് കമ്പനിയാണ്. പിന്നെ ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കൺസ്യൂമേഴ്സിന് ഇവരുടെ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. സോ 2019 US ഫ്രോസൺ റീറ്റെയിൽ സെയിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് 55.2 ബില്യൺ. ഈ 55.2 ബില്യൺ മാർക്കറ്റ് സ്പേസിൽ
ടാറ്റൂഡ് ഷെഫ് ഓഫർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഈ പ്രിപ്പയർഡ് ഫുഡ്സും പിസ്സയും വെജിറ്റബിൾസും ഫ്രൂട്ട്സും പാസ്തയും. സോ ഇപ്പോൾ നിലവിൽ ടാറ്റൂഡ് ഷെഫ് അവരുടെ പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുന്ന മാർക്കറ്റ് $27 ബില്യൺ ആണ്. വരും കാലങ്ങളിൽ അവരുടെ പ്രൊഡക്റ്റ് ലൈൻ അവർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവർ ഈ ടോട്ടൽ $52.2 ബില്യൺ ഇൻഡസ്ട്രിയിലേക്കാണ് അവർ എയിം ചെയ്യുന്നത്. വരും കാലങ്ങളിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്ട്സ് ഈ ഡെസേർട്സ്, മീറ്റ് ഓൾട്ടർനേറ്റീവ്സ്, സീ ഫുഡ്സ്, പിന്നെ ആൻഡ് അതർ പ്രൊഡക്ട്സ്. ഭാവിയിൽ അവർ പ്രൊഡക്റ്റ് ലൈൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവർ ഈ ടോട്ടൽ $52.2 ബില്യൺ ഇൻഡസ്ട്രി കവർ ചെയ്യും. ഇനി ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലേക്ക് നമുക്ക് പോകാം. കാണുന്ന ഈ കമ്പനിയുടെ സെയിൽസ് ആണ്. 2018 ഈ കമ്പനി ചെയ്ത സെയിൽസ് $47.3 മില്യൺ. 2019 ഈ കമ്പനി സെൽ ചെയ്തത് $84.92 മില്യൺ. 2020 ഈ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ $148 മില്യൺ. 2021 ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന സെയിൽസ് $220 മില്യൺ ആണ്. ഇനി നമുക്ക് ക്വാർട്ടർലി നോക്കാം. 2020 ആദ്യത്തെ ക്വാർട്ടറിൽ ഇവരുടെ സെയിൽസ് $33.17 മില്യൺ. രണ്ടാമത്തെ ക്വാർട്ടറിൽ $34.76 മില്യൺ. മൂന്നാമത്തെ ക്വാർട്ടറിൽ $40.96 മില്യൺ. നാലാമത്തെ ക്വാർട്ടറിൽ $39.6 മില്യൺ. സോ ഇതിൽ നിന്ന് നമുക്ക് ഈ കമ്പനിയുടെ മാസീവ് സെയിൽസ് ഗ്രോത്ത് കാണാം. ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ സമ്മറിയാണ്. അക്കോർഡിംഗ് ടു ദ മോസ്റ്റ് റീസെൻറ്റ് ക്വാർട്ടർ ഈ കമ്പനിയുടെ ടോട്ടൽ ക്യാഷ് എന്ന് പറയുന്നത് $131 മില്യൺ ആണ്. ഈ കമ്പനിയുടെ ടോട്ടൽ ഡെറ്റ് എന്ന് പറഞ്ഞാൽ $2.19 മില്യൺ ആണ്. ഈ കമ്പനി വളരെ ഫൈനാൻഷ്യലി സ്ട്രോങ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ കറണ്ട് റേഷ്യോ 6.80. അതായത് ഇനി അടുത്ത 6 വർഷത്തേക്ക് ഈ കമ്പനിയുടെ കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റിനെ കവർ ചെയ്യാൻ സാധിക്കും. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ കമ്പനിയുടെ സ്റ്റോക്ക് ഈ കമ്പനിയുടെ ഇൻസൈഡേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് 61.51% അതായത് 61% ഈ കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് ഈ കമ്പനിയുടെ ഉള്ളിലുള്ളവർ തന്നെയാണ്. സോ അടുത്ത് എനിക്ക് സംസാരിക്കാനുള്ള ഈ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ആണ്. ഈ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ഫോർ ദ ലാസ്റ്റ് 12 ട്രെയിലിംഗ് മന്ത്സ് 10.47 ആണ്. സോ ഈ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് ക്യാപ്പ് $1.55 ബില്യൺ ആണ്. പിന്നെ ഇവർ 2021 ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന സെയിൽസ് എന്ന് പറഞ്ഞാൽ $220 മില്യൺ ആണ്. സോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ഒന്ന് കണ്ടുവെക്കാം. സോ അവരുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് $1.55 ബില്യൺ ഡിവൈഡഡ് ബൈ their forecasted revenue for 2021, that is $220 million, is equal to 7.06. 7.06 ഗ്രോത്ത് കമ്പനിക്ക് വളരെ നല്ലൊരു പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ആണ്. അടുത്ത് നമുക്ക് ടാറ്റൂഡ് ഷെഫ് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയ ബിയോണ്ട് മീറ്റും പിന്നെ വെരി ഗുഡ് ഫുഡ് കമ്പനിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്ക് ടാറ്റൂഡ് ഷെഫിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വെരി ഗുഡ് ഫുഡ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. സോ ടാറ്റൂഡ് ഷെഫിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് $1.55 ബില്യൺ ആണ്. വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് $324.71 മില്യൺ ആണ്. നമുക്കത് 325 ആയിട്ട് അസ്യൂം ചെയ്യാം. ടാറ്റൂഡ് ഷെഫിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ ദ വെരി ഗുഡ് ഫുഡ് കമ്പനി. സോ അപ്പോൾ നമുക്ക് കിട്ടിയത് 4.78. അതായത് വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് $325 മില്യൺ ടൈംസ് 4.7 ചെയ്താൽ ടാറ്റൂഡ് ഷെഫിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കിട്ടും. ഇനി നമുക്ക് ഈ വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ ഈ മാർക്കറ്റ് ക്യാപ്പ് സപ്പോർട്ട് ചെയ്യാനുള്ള റവന്യൂ അവർക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ടാറ്റൂഡ് ഷെഫിൻ്റെ റവന്യൂ നമുക്ക് ഈ വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. സോ ടാറ്റൂഡ് ഷെഫിൻ്റെ റവന്യൂ 2020 $148 മില്യൺ ആയിരുന്നു. സോ ഞാൻ വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ റവന്യൂ യാഹു ഫൈനാൻസിൽ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഈ ഗൂഗിൾ ഫൈനാൻസിൽ നോക്കിയപ്പോൾ 2020 ലാസ്റ്റ് 3 ക്വാർട്ടറിലെ വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ റവന്യൂ എനിക്ക് കാണാൻ പറ്റി. സോ ഞാൻ 2019 ലാസ്റ്റ് ക്വാർട്ടറിലെ റവന്യൂ കൂടെ ആഡ് ചെയ്തു ഒരു എസ്റ്റിമേറ്റ് കിട്ടാൻ. സോ എനിക്ക് വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ റവന്യൂ കിട്ടിയത് 3.15 ആണ്. സോ നമുക്ക് കാൽക്കുലേറ്ററിൽ പോയിട്ട് ടാറ്റൂഡ് ഷെഫിൻ്റെ $148 മില്യൺ ഡിവൈഡഡ് ബൈ വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ റവന്യൂ അതായത് 3.15 നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 46.98 ആണ്. അത് നമുക്കൊരു 47 ആയിട്ട് റൗണ്ട് ചെയ്യാം. സോ വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ റവന്യൂ ടൈംസ് 47 ചെയ്താലാണ് ടാറ്റൂഡ് ഷെഫിൻ്റെ $148 മില്യൺ സെയിൽസിൽ ഈക്വൽ ആവുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ടൈംസ് 4.78 ചെയ്താൽ നമുക്ക് ടാറ്റൂഡ് ഷെഫിൻ്റെ മാർക്കറ്റ് ക്യാപ്പായ $1.55 ബില്യൺ കിട്ടും. പക്ഷേ ഈ വെരി ഗുഡ് ഫുഡ് കമ്പനിയുടെ റവന്യൂ ടാറ്റൂഡ് ഷെഫിൻ്റെ ഈക്വൽ ആവണമെങ്കിൽ വെരി ഗുഡ് ഫുഡ് കമ്പനി റവന്യൂ ടൈംസ് 47 ചെയ്താലാണ് ടാറ്റൂഡ് ഷെഫിൻ്റെ റവന്യൂ കിട്ടുള്ളൂ. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ടാറ്റൂഡ് ഷെഫ് വെരി ഗുഡ് ഫുഡ് കമ്പനിയേക്കാളും അണ്ടർ വാല്യൂഡ് ആണ്. അടുത്ത് നമുക്ക് ടാറ്റൂഡ് ഷെഫിൻ്റെ മാർക്കറ്റ് ക്യാപ്പും ബിയോണ്ട് മീറ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പും നമുക്ക് കമ്പയർ ചെയ്യാം. സോ ബിയോണ്ട് മീറ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് $8.16 ബില്യൺ, ടാറ്റൂഡ് ഷെഫിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് $1.5 ബില്യൺ. ബിയോണ്ട് മീറ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് $8.16 ബില്യൺ ഡിവൈഡഡ് ബൈ ടാറ്റൂഡ് ഷെഫിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് $1.55.
സോ നമുക്ക് കിട്ടിയത് 5.26 ആണ്. ഓൺ മീറ്റിന് ഈ 5x മാർക്കറ്റ് ക്യാപ്പ് സപ്പോർട്ട് ചെയ്യാനുള്ള റവന്യൂ ഉണ്ടോ എന്ന് ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ബിയോണ്ട് മീറ്റിന്റെ 2021 പ്രൊജക്റ്റഡ് റവന്യൂ നോക്കാം. സോ അത് കാണാൻ നമുക്ക് ഈ അനാലിസിസ് ടാബിൽ പോകാം. അനാലിസിസ് ടാബിൽ ഈ റവന്യൂ എസ്റ്റിമേറ്റിന്റെ അടിയിൽ ആവറേജ് എസ്റ്റിമേറ്റ് 2021 ആവറേജ് എസ്റ്റിമേറ്റ് നോക്കി അറിയാം. 2021 ആവറേജ് എസ്റ്റിമേറ്റ് 569 മില്യൺ ആണ്. നമുക്കൊരു 570 മില്യൺ ആയിട്ട് അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് ടാറ്റൂഡ് ഷെഫിൻ്റെ 2021 എസ്റ്റിമേറ്റഡ് റവന്യൂ നോക്കാം. സോ 2021 ടാറ്റൂഡ് ഷെഫിൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ $224 മില്യൺ ആണ്. സോ ഇനി നമുക്ക് ഈ കാൽക്കുലേറ്ററിൽ ബിയോണ്ട് മീറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ ഡിവൈഡഡ് ബൈ ടാറ്റൂഡ് ഷെഫിൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ നോക്കാം. സോ 570 ഡിവൈഡഡ് ബൈ 224 മില്യൺ ഈക്വൽ ടു 2.54. ബിയോണ്ട് മീറ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 8.16 ബില്യൺ ആണ്. സോ ഈ ടാറ്റൂഡ് ഷെഫിന് ബിയോണ്ട് മീറ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്തണമെങ്കിൽ ടാറ്റൂഡ് ഷെഫിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ടൈംസ് 5.26 ചെയ്യണം. എന്നാലാണ് ടാറ്റൂഡ് ഷെഫിന് ബിയോണ്ട് മീറ്റിൻ്റെ സെയിം മാർക്കറ്റ് ക്യാപ്പ് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബിയോണ്ട് മീറ്റിൻ്റെ ഫോർകാസ്റ്റ് റവന്യൂ ആയ $570 മില്യൺ ടാറ്റൂഡ് ഷെഫിന് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാറ്റൂഡ് ഷെഫിൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ ടൈംസ് 2.54 ചെയ്താൽ ബിയോണ്ട് മീറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ ആയ $570 മില്യൺ ടാറ്റൂഡ് ഷെഫിന് അച്ചീവ് ചെയ്യാം. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്യൂച്ചർ റവന്യൂ വെച്ച് നോക്കുമ്പോൾ ടാറ്റൂഡ് ഷെഫ് ബിയോണ്ട് മീറ്റിനേക്കാളും അണ്ടർ വാല്യൂഡ് ആണ്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഡൗൺ സൈഡിനെ പറ്റി സംസാരിക്കാം. ഈ കാണുന്ന ഈ കമ്പനിയുടെ ഇബിഡ പ്രോഫിറ്റ് മാർജിനാണ് 2018 മുതൽ 2021 വരെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവരുടെ മാർജിൻ 2019 8.2% ആയിരുന്നു. പിന്നെ 2021 അത് 13.9 ആവുമെന്നാണ് ഇവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഫുഡ് കമ്പനിയാണ്. സാധാരണ പൊതുവേ ഫുഡ് കമ്പനിക്ക് സ്ലിം മാർജിനാണ് ഉണ്ടാവുന്നത്. ഇവരുടെ പ്രൊജക്റ്റഡ് സെയിൽസ് ആയ $226 മില്യൺ ഇവർക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇവരുടെ അഡ്വർടൈസിങ്ങിൽ ഇവർക്ക് ഹ്യൂജ് മണി സ്പെൻഡ് ചെയ്യണം. ഈ അഡ്വർടൈസിങ് സ്പെൻഡിങ് ഇവരുടെ പ്രോഫിറ്റബിലിറ്റീനെ ബാധിക്കും. 2021 ഇവർ ഫോർകാസ്റ്റ് ചെയ്ത റവന്യൂ അച്ചീവ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അടുത്ത എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ടാറ്റൂഡ് ഷെഫിൻ്റെ കോമ്പറ്റീഷനാണ്. പ്ലാൻ ബേസ്ഡ് ഫുഡ് സ്പേസിൽ ടാറ്റൂഡ് ഷെഫിന് വളരെയധികം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഈ കാണുന്ന കമ്പനീസ് എല്ലാം പ്ലാൻ ബേസ്ഡ് ഫുഡ് സ്പേസിലുള്ള കമ്പനീസാണ്. സോ റൈറ്റ് നൗ ടാറ്റൂഡ് ഷെഫ് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് റിലീസ് ചെയ്യുന്നത് കാരണം അവർക്ക് മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരുടെ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഭാവിയിൽ ഈ കമ്പനീസും ഇവർ പുതിയ പ്രൊഡക്റ്റ് ഐഡിയാസ് ഇന്നോവേറ്റ് ചെയ്താൽ ടാറ്റൂഡ് ഷെഫിന് ഇയർ ഓവർ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡേ ട്രേഡേഴ്സ് ഈ സ്റ്റോക്കിൻ്റെ എസ്റ്റിമേറ്റ് വരും ആഴ്ചകളിൽ കൊടുത്തിരിക്കുന്നത് ബിറ്റ്വീൻ $17 to $18 ആണ്. സോ അത് കാരണം സ്റ്റോക്കിന് ഡിമാൻഡ് കുറവാണ്. അത് കാരണമാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും ആഴ്ചകളിൽ ഈ സ്റ്റോക്ക് വീണ്ടും താഴത്തേക്ക് പോയി ഈ സ്റ്റോക്ക് ഇനിയും ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യും. ഞാൻ ടാറ്റൂഡ് ഷെഫിൽ എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ തുടങ്ങിയത് ഫ്രൈഡേ ആണ്. ഞാൻ 25 സ്റ്റോക്കാണ് വാങ്ങിച്ചത്. എൻ്റെ ആവറേജ് പ്രൈസ് $18.90 ആണ്. ഞാൻ വാങ്ങിച്ച അതിൻ്റെ മാർക്കറ്റ് ശകലം മേളിലേക്ക് പോയി. അത് കാരണം ഞാൻ ഈ സ്റ്റോക്കിൽ $5.25 അപ്പാണ്. സോ അതോടെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പീസ് ഔട്ട്.